റഷ്യ എന്നും ഇന്ത്യയുടെ വിശ്വസിക്കാവുന്ന പ്രതിരോധ പങ്കാളിയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ റഷ്യയെ മാത്രം ആശ്രയിക്കാതെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആശ്രയിക്കുന്ന സമീപനം അവസാനിപ്പിക്കുക എന്ന ഒരു നയമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഒരുപക്ഷെ അക്കാര്യത്തിൽ റഷ്യയ്ക്ക് ഇന്ത്യയോട് ചില മുറുമുറുപ്പുകളുണ്ട് എന്നത് സത്യമാണ്. അതുമാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നാളെ മറ്റൊരു രാജ്യത്തു നിന്നും വാങ്ങേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ ധാരാളം ഉണ്ടാകും. അതിന് ഒരുപാട് വെല്ലുവിളികളെ നാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി ഒരു യുദ്ധവിമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സ്വന്തമായി ഒരു യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാനായുള്ള ജെറ്റ് എഞ്ചിനുകൾ സ്വന്തമായി വികസിപ്പിക്കുക എന്നത്. ഇന്ത്യക്ക് ഇത്രയും നാൾ സാധിക്കാതിരുന്ന ഒരു കാര്യവും ഒരു ജെറ്റ് എഞ്ചിൻ്റെ വികസനമാണ്. അങ്ങനെ അനവധി സങ്കീർണമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതായത് നമുക്ക് ഇന്നും മറ്റു നാടുകളെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ള ചില കാര്യങ്ങൾ. എങ്കിൽ പോലും ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള ആയുധങ്ങളെല്ലാം തന്നെ കുറച്ചു കൊല്ലങ്ങൾക്കകം തന്നെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ഇപ്പോൾ തന്നെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ റഷ്യ ഇന്ത്യക്ക് തുടർച്ചയായി വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സർക്കാർ ഇന്ത്യക്ക് സുഹോയ് 57 യുദ്ധവിമാനം, സുഹോയ് 35 യുദ്ധവിമാനം, R-37 എയർ ടു എയർ മിസൈൽ, S-500 വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ നിർണായക പങ്ക് വഹിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. 250 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പറന്ന ഒരു പാകിസ്ഥാൻ അവാക്സ് വിമാനത്തെ S-400 പ്രതിരോധ സംവിധാനം തകർത്തു. പാകിസ്ഥാൻ ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനം റഷ്യൻ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകി. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ വീഡിയോയിൽ റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. റഷ്യ ഇന്ത്യക്ക് ഏതൊക്കെ ആയുധങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സർക്കാർ ഇന്ത്യക്ക് സുഹോയ് 57 യുദ്ധവിമാനം, സുഹോയ് 35 യുദ്ധവിമാനം, R-34 എയർ ടു എയർ മിസൈൽ, S-500 വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യയിൽ നിന്ന് പുതിയ ആയുധങ്ങളൊന്നും വാങ്ങാൻ മോദി സർക്കാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു രാജ്യത്തെയും അമിതമായി ആശ്രയിക്കാതിരിക്കാൻ പ്രതിരോധ സ്വാശ്രയത്വം വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നതാണ് പ്രധാന കാരണം. എന്നാൽ റഷ്യ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യക്ക് വൻ വഴിത്തിരിവാകും എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. റഷ്യയുടെ നൂതന സ്റ്റെൽത്ത് വിമാനമായ Su-57, ദീർഘദൂര R-37 മിസൈൽ, S-500 വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയെല്ലാം ഇന്ത്യൻ സായുധ സേനയ്ക്ക് വിപ്ലവകരമായ ഒരു മാറ്റമാകുമെന്ന് സെന്റർ ഫോർ അനാലിസിസ് ഓഫ് വേൾഡ് ആംസ് ട്രേഡിന്റെ ഡയറക്ടറും റഷ്യൻ മാസികയായ നാഷണൽ ഡിഫൻസിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ ഇഗോർ കൊറോട്ചെങ്കോ പറഞ്ഞു. റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒന്നിലധികം പുതിയ റെജിമെൻറ്റുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാലത്തെ വലിയ തോതിലുള്ള സായുധ പോരാട്ടത്തിൽ S-400 ഉപയോഗിച്ച് ഇന്ത്യൻ സായുധ സേന നേടിയ വിജയങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി S-500 മിസൈൽ പ്രതിരോധ സംവിധാനം എന്താണ്? S-500 പ്രൊമറ്റി ഒരു റഷ്യൻ സർഫസ് ടു എയർ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. S-500 പ്രൊമറ്റിയെ 55R-6M ട്രയംഫേറ്റർ M എന്നും അറിയപ്പെടുന്നു. ഇത് S-400 A-235 ABM മിസൈൽ സംവിധാനങ്ങളുടെ നവീകരിച്ച പതിപ്പാണ്. അൽമാസ് ആൻഡ് എയർ ഡിഫൻസ് കൺസേൺ ആണ് S-500 വികസിപ്പിച്ചെടുത്തത്. 2014 ഇത് ഉൽപ്പാദനത്തിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അതിൻ്റെ ആദ്യ യൂണിറ്റ് 2021
15ാമത് എയ്റോസ്പേസ് ആർമിയിൽ ഉൾപ്പെടുത്തി. എല്ലാതരം ആധുനിക ഹൈപ്പർസോണിക് ആയുധങ്ങളെയും തടയാൻ S-500 കഴിവുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുന്നു. കൂടാതെ അത്തരം കഴിവുകൾ വിജയകരമായി പരീക്ഷിച്ചുവെന്നും റഷ്യ അവകാശപ്പെട്ടു. ഇനി സുഖോയ് 57 യുദ്ധവിമാനത്തെക്കുറിച്ച്. സുഖോയ് 57 ഒരു ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ്. റഷ്യ ഇത് PAK-FA പ്രോഗ്രാമിന് കീഴിലാണ് വികസിപ്പിച്ചെടുത്തത്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത റഷ്യയുടെ ആദ്യത്തെ വിമാനമാണ് സുഖോയ് 57. ആകാശ പോരാട്ടത്തിൽ ഏർപ്പെടാനും കര നാവിക ആക്രമണങ്ങൾ നടത്താനും ഈ യുദ്ധവിമാനത്തിന് കഴിയും. സ്റ്റെൽത്ത്, സൂപ്പർ മാനുവറബിലിറ്റി, സൂപ്പർ ക്രൂയിസ്, ഇൻ്റഗ്രേറ്റഡ് ഏവിയോണിക്സ്, ലാർജ് പേലോഡ് കപ്പാസിറ്റി എന്നിവ സുഖോയ് 57 ഉൾപ്പെടുന്നു. ഇതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് 2010 പറന്നു. എന്നാൽ പരീക്ഷണത്തിനിടെ നേരിട്ട വിവിധ ഘടനാപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ സുഖോയ് 57 വികസനത്തെ ഗണ്യമായി വൈകിപ്പിച്ചു. ഈ രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അനവധി ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് S-500 സുഖോയ് 57. ഇതിനെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.